ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാമിന് നടന്ന മലയാളം സബ്ജക്റ്റിലെ അടിസ്ഥാന പാഠാവലി, ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. സോ നമുക്കിവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം, എഴുതാം. അശ്വതി കിടക്കുകയായിരുന്നു. അമ്മ വന്ന് അവളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റു പുറത്തേക്കിറങ്ങി. എന്തൊരു തണുപ്പ്! അവിടെ ഒരു കിളിയെ നോക്കിയിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. സ്കൂളിൽ പോവാൻ നേരത്ത് അതാ രാവിലെ കണ്ട കിളി നിലത്തു വീണ് കാൽ മുറിഞ്ഞു കിടക്കുന്നു. അശ്വതിക്ക് വിഷമമായി. വീട്ടിലേക്കോടി വെള്ളവും തുണിയുമെടുത്ത് കിളിയുടെ കാലിൽ കെട്ടി. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ആ കിളി അതാ അവളുടെ തോളത്ത് വന്നിരിക്കുന്നു. ഈ ഒരു പാരഗ്രാഫിൽ നിന്നാണ് നിങ്ങൾക്ക് താഴെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ചോദ്യം നോക്കാം. സമയം പോയതേ അറിഞ്ഞില്ല. അശ്വതിയുടെ സമയം പോയതെങ്ങനെ? ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്കൂളിൽ പോകാനൊരുങ്ങി, അമ്മയോട് വിശേഷങ്ങൾ പറഞ്ഞു, തണുപ്പ് കാരണം മടിച്ചു, കിളിയെ നോക്കിയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം കിളിയെ നോക്കിയിരുന്നു. ഓപ്ഷൻ ഡി ആണ്. ബി ചോദ്യം, അശ്വതി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം അനുഭവപ്പെട്ടതെന്താണ്? ഓപ്ഷൻ എ കിളിയെ കണ്ട സന്തോഷം, ബി മുറിവേറ്റ് കിളിയെ കണ്ട വിഷമം, സി നല്ല തണുപ്പ്, ഡി അമ്മ വിളിച്ചതിലുള്ള ദേഷ്യം. ഉത്തരം ഓപ്ഷൻ സി, നല്ല തണുപ്പ്. സി ചോദ്യം, കിളി നിലത്തു വീണ് കാൽ മുറിഞ്ഞപ്പോൾ വെള്ളവും തുണിയും എടുത്ത് കിളിയുടെ കാലിൽ കെട്ടി. അശ്വതി ചെയ്തതിനുള്ള പിന്നിലുള്ള താല്പര്യം എന്താണ്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 മനസ്സിലുണ്ടായ വിഷമവും സഹാനുഭൂതിയും, 2 സഹജീവികളോടുള്ള സ്നേഹം, 3 മുറിവ് കെട്ടാനുള്ള കൗതുകം. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഡി ചോദ്യം, ആ കിളി അവളുടെ തോളത്ത് വന്നിരിക്കാൻ കാരണം എന്ത്? ഓപ്ഷൻ എ കിളിക്ക് കൂടില്ല, ബി കിളിക്ക് പറക്കാനാവില്ല, സി അവളോടുള്ള നന്ദിയും സ്നേഹവും, ഓപ്ഷൻ ഡി അവളോടുള്ള ദേഷ്യം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അവളോടുള്ള നന്ദിയും സ്നേഹവും. അടുത്ത ഈ ചോദ്യം, ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഓപ്ഷൻ എ ആരെയും സഹായിക്കരുത്, ബി അവരവരുടെ ക്ഷേമം മാത്രം നോക്കുക, സി മറ്റാർക്കും വേണ്ടി സമയം കളയരുത്, ഡി എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതിയും വേണം. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതിയും വേണം. അടുത്തതിനി 2ൽ എ ക്വസ്റ്റ്യൻ ആണ്. സ്നേഹാനുഭവം എഴുതാനാണ്. സ്നേഹം നമുക്ക് ശക്തി പകരും, ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കും. വളർത്തു ജീവികൾ, പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ, ആരോടൊക്കെ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാകും? ഹൃദയത്തിൽ പതിഞ്ഞ ഒരു സ്നേഹാനുഭവം പങ്കുവെക്കുക. ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ ഞാൻ പാഠപുസ്തകം വീട്ടിൽ മറന്നുപോയി. അതിനാൽ വളരെ വിഷമമായി ഇരുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ സ്നേഹമുള്ള സുഹൃത്ത് റിയ അവളുടെ പുസ്തകം എനിക്ക് ഉപയോഗിക്കാനായി നൽകി. ക്ലാസ് മുഴുവനും ഞാനും അവളും ഒരുമിച്ച് പുസ്തകം പങ്കുവെച്ചു പഠിച്ചു. ആ സ്നേഹഭാവം എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയായി. ഒറ്റപ്പെട്ടപ്പോൾ ഒരാൾ കൈ കൊടുക്കുന്നത് എത്ര വലിയ കാര്യമാണെന്ന് അന്നേ അറിയാൻ കഴിഞ്ഞു. സുഹൃത്തുക്കളുടെ സ്നേഹമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്ന് ഈ അനുഭവം എനിക്ക് കാണിച്ചു തന്നു. അടുത്തത് 2 ബി ചോദ്യമാണ്. കാര്യം മിറിക്ക് അധ്വാനിച്ചേ തീരൂ. കാരണം മിറിയുടെ കൂട്ടുകാരുടെ വിഷമാവസ്ഥ പരിഹരിക്കണം. ഇവിടെ നിങ്ങളോട് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാര്യവും കാരണവും ശരി, കാര്യം ശരി, കാരണം തെറ്റ്, കാര്യം തെറ്റ്, കാരണം ശരി, കാര്യവും കാരണവും തെറ്റ്. ഇവിടെ കാര്യം ശരി, കാരണം തെറ്റ് എന്നാണ് വേണ്ടത്. സോ ഇവിടെ കാര്യം ശരി, കാരണം തെറ്റ് എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത് 2 സി ചോദ്യമാണ്. ആ പന്തലിൻ്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കും. ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ പാരഗ്രാഫിൽ, ആദ്യത്തെ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി അമ്പിളി അമ്മാവനാണ്.
ഡി മാത്രം ശരി, നാലാമത്തതാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് 3-ലെ എ ചോദ്യമാണ്. കുറിപ്പ് തയ്യാറാക്കാനാണ്. അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി. അന്ധതയെ അതിജീവിച്ച് ജീവിതത്തോട് പോരാടിയ മിറിയെ നിങ്ങൾക്കറിയാം. നമ്മൾ നന്മപ്പൂക്കൾ എന്ന പാഠഭാഗത്ത് മിറി എന്ന കഥാപാത്രത്തെ പരിചയപ്പെട്ടതാണല്ലോ അല്ലേ? ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, പോരായ്മകളെ മറയാക്കി ജീവിതത്തിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണോ നമ്മൾ? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഈ ഒരു പ്രസ്താവനയോട് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. മിറി ഒരു മാതൃകയാണ്. കാണാൻ കഴിയാത്തതെന്നൊരു പോരായ്മ ഉണ്ടെങ്കിലും അവൾ അതിനെ തളർച്ചയായി കാണാതെ ജീവിതത്തിൽ മുന്നോട്ടു പോയി. പോരായ്മകളും പരിമിതികളും അതിജീവിച്ച് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. ജീവിതത്തിൽ ഓരോരുത്തർക്കും പോരായ്മകൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ശരീരത്തിലായിരിക്കാം, മറ്റു ചിലപ്പോൾ മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമായിരിക്കാം. എന്നാൽ അതിനെ മറയാക്കി ഒതുങ്ങിക്കൂടേണ്ടതല്ല. അതെ, വെല്ലുവിളികളെ നേരിട്ട് അതിജീവിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും സ്വന്തമായ കഴിവുകളുള്ളവരാണ്. അതിൽ വിശ്വാസമുണ്ടാകണം. മിറിയുടെ ജീവിതം നമ്മെ ആ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. പോരായ്മകളെ ശക്തിയാക്കുമ്പോഴാണ് വിജയത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുന്നത്. അടുത്തത് 3-ലെ ബി ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. 3-ലെ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഇവിടെ 3B വിശകലനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പൂക്കളെ അവന് ഇഷ്ടമാണ്, രാക്ഷസനെ വെറുപ്പും. മുത്തശ്ശി ഒരു കഥ പറയുന്നു എന്ന പാഠത്തിൽ ഉണ്ണിക്കണ്ണൻ രാക്ഷസൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ. അയാളുടെ രൂപഭാവങ്ങളും കർക്കശമായ പെരുമാറ്റവുമെല്ലാം അയാളെ അങ്ങനെ വിളിക്കാനും വെറുക്കാനും അവനെ പ്രേരിപ്പിച്ചത്. കുട്ടികളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? ഇത്തരം അനുഭവങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? പാഠസന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക. സോ നമുക്ക് ഇവിടെ കുറിപ്പ് തയ്യാറാക്കാം. മുത്തശ്ശി ഒരു കഥ പറയുന്നു എന്ന പാഠഭാഗത്തിൽ ഉണ്ണിക്കണ്ണൻ രാക്ഷസൻ എന്ന് വിളിക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ രൂപവും കർക്കശമായ പെരുമാറ്റവും കുട്ടികൾക്ക് ഭയവും വെറുപ്പും ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പെരുമാറ്റം കുട്ടികളോട് നല്ലത് അല്ല. കുട്ടികളെ സ്നേഹവും സഹകരണവും കൂടിയ പെരുമാറ്റം വേണം. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ വേദനയും ആശങ്കയും ഉണ്ടാക്കാം. എന്നാൽ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ പകർപ്പില്ലാത്ത വ്യക്തിപരമായ പരിഹാര മാർഗങ്ങൾ നേടണം. മനസ്സിൽ വേദന പകരുന്ന ഈ അനുഭവങ്ങളെ കടന്നു പോകാൻ ശ്രമിക്കണം. ശരിയായ മാർഗത്തിൽ ആശയവിനിമയം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുക നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പരസ്പരം മനസ്സിലാക്കലും സഹകരണവും വളർത്തുന്നത് നല്ല സമൂഹം രൂപപ്പെടുത്തും. അടുത്തത് 4-ൽ എ ചോദ്യമാണ്. വാഗ്മയ ചിത്രം. തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അവളപ്പോൾ. അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര. പാഠഭാഗം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മിറിയുടെ ആ ചിത്രം തെളിഞ്ഞു വരുന്നില്ലേ? ഇതിൻ്റെ മനോഹരമായ ഒരു വാഗ്മയ ചിത്രം എഴുതുക. ഇത് നിങ്ങൾക്ക് നന്മപ്പൂക്കൾ എന്ന പാഠഭാഗത്തിൽ നിന്നും എടുത്തു തന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വരി വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിത്രത്തെക്കുറിച്ചാണ് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നമുക്ക് എഴുതാം. തെരുവോരത്ത് മിറി നിശബ്ദമായി ഇരുന്നു. അവളുടെ കൈകളിൽ ചെറിയ ബ്രഷ്. ആസക്തിയോടും മനസ്സിലൊരു ഉറപ്പോടും കൂടി ഷൂകൾ പോളിഷ് ചെയ്യുന്നു. ചുറ്റും കാത്തിരിക്കുന്നവരുടെ നിര വെളിച്ചവും മിറിയുടെ മുഖത്തുള്ള ദൃഢനിശ്ചയവും മനസ്സിൽ ഒരു തീവ്രമായ ദൃശ്യമായി തെളിഞ്ഞു നിൽക്കുന്നു. അവളുടെ പ്രയത്നത്തിൽ കടും വേദനകളും ദുഃഖങ്ങളും മറഞ്ഞ് ജീവിതത്തിന് പുതിയൊരു പ്രതീക്ഷ പിറക്കുകയാണ്. ഒരു ചെറിയ പൂവിനെ പോലെ മിറി ആ സങ്കീർണതകളുടെ നടുവിൽ തണുത്തു നിൽക്കുന്നു. അവളുടെ നിസ്സഹായതയിലും അവൾ കരുത്തോടെ പരിശ്രമിച്ചു നിൽക്കുന്നു. അവൾ പരിമിതികളെല്ലാം മറികടന്ന് വെല്ലുവിളികളെ നേരിട്ട് അതിജീവിക്കുകയാണ്. അടുത്തത് 4-ൽ ബി ചോദ്യം അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. സോ നമുക്കിനി 5-ാമത്തെ ചോദ്യം നോക്കാം. കഥാപാത്ര പരിചയം. ഇരുവശങ്ങളിലും പല്ലിളിച്ചു നിൽക്കുന്ന സിംഹപ്രതിമയുള്ള വീട്ടിലെ പൂന്തോപ്പിൽ ഉണ്ണിക്കണ്ണൻ കണ്ട ആ രാക്ഷസനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ.
എന്തൊക്കെയാണ് അയാളുടെ പ്രത്യേകതകൾ? ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്തി കുറിപ്പ് എഴുതുക. സോ ഇവിടെ നമുക്ക് മുത്തശ്ശി ഒരു കഥ പറയുന്നു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇവിടെ രാക്ഷസൻ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നമുക്ക് എഴുതാം. തിക്കോടിയാൻ എഴുതിയ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തിലെ ഒരു കഥാപാത്രമാണ് രാക്ഷസൻ. ഉണ്ണിക്കണ്ണൻ കണ്ട രാക്ഷസൻ ഭീകര രൂപം ഉള്ളവനാണ്. അവൻ്റെ സിംഹപ്രതിമകൾ ഭയങ്കരതയുടെ പ്രതീകമാണ്. കുട്ടികളോട് കർശനവും കർദാമകവുമായ പെരുമാറ്റമാണ് അവൻ്റെ പ്രത്യേകത. ഭീതിയും വെറുപ്പും ജനിപ്പിക്കുന്ന സ്വഭാവവും അയാളിൽ കാണാം. മറ്റു മനുഷ്യരിൽ നിന്നും വേർപെടുകയും ഭയം കൊണ്ട് വിട്ടുനിൽക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആളുകളോട് കുട്ടികൾ പോലും ഭയപ്പെടുന്നു. ഈ പാഠഭാഗത്തിലുള്ള മറ്റു കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ് രാക്ഷസൻ്റേത്. ആർക്കും ഒറ്റനോട്ടത്തിൽ തന്നെ വെറുപ്പും ഭയവും തോന്നുന്ന പ്രകൃതമാണ്. അടുത്തത് അവസാനത്തെ പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ നിങ്ങൾക്ക് ഒറ്റയല്ല എന്നൊരു കവിത തന്നിട്ടുണ്ട്. ആ കവിതയെ അടിസ്ഥാനമാക്കി ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്ക് കവിതയൊന്ന് വായിക്കാം. ആരുമില്ലാത്തവർക്കാരെങ്കിലും ചെറു സ്നേഹവാക്കോതിയാൽ മാത്രം മതി. എങ്ങനെ ജീവിതം സൗഖ്യമല്ലേ എന്ന കേവലാന്വേഷണം മാത്രം മതി. ആരൊക്കെയോ എൻ്റെ ജീവൻ്റെ കാവലായി കൂടെയുണ്ടെന്നുള്ള തോന്നൽ മതി. ഒറ്റയ്ക്കവർ തൻ്റെ ജീവിതത്തോണിയിൽ മെല്ലെ തുഴഞ്ഞ് മുന്നേറിടാനായി. സ്നേഹവും പരിഗണനയും ലഭിക്കുക എന്നത് ഏവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ജീവിതത്തിൽ മുന്നേറാൻ അത് വളരെ സഹായിക്കും. കവിത വായിച്ച് ആസ്വാദനം തയ്യാറാക്കാം. നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. പ്രശസ്ത കവി എഴുതിയ മനോഹരമായ കവിതയാണ് ഒറ്റയല്ല. ഈ കവിതയിൽ സ്നേഹവും പരിഗണനയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമുള്ളതാണെന്ന് ലളിതമായ രീതിയിൽ വിവരിക്കുന്നു. ഇനി അടുത്ത ഖണ്ഡികയാക്കി എഴുതാം. കവിതയിലൂടെ ഒരുമിച്ചിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. ഒറ്റപ്പെടലും നിരാശയുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ ചെറിയ സ്നേഹവും പരിഗണനയും ലഭിച്ചാൽ ആ കഷ്ടതകൾ ലഘൂകരിക്കും. ഒരാളുടെ സ്നേഹം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രതീക്ഷയെ സൃഷ്ടിക്കുകയും അതിൻ്റെ ശക്തിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ ഉത്സാഹമാകുകയും ചെയ്യും. ഈ കവിതയിലൂടെ സ്നേഹത്തിൻ്റെ മഹത്വവും മനുഷ്യബന്ധങ്ങളുടെ ആവശ്യം എന്ന സന്ദേശവും മനോഹരമായി ലഭിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫാക്കി എഴുതാം. ആദ്യ വായനയിൽ തന്നെ വല്ലാത്ത ഇഷ്ടം തോന്നുന്ന അതിമനോഹരമായ കവിതയാണിത്. ആർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താളഭംഗി കൊണ്ടും ശബ്ദഭംഗി കൊണ്ടും സുന്ദരമായ കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിനും പരിഗണനയ്ക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കവി ഓർമ്മപ്പെടുത്തി. അത് നമ്മുടെ ജീവിതത്തെ എത്ര മനോഹരമാക്കുന്നു എന്ന് കവി മനസ്സിലാക്കി തന്നു. ഈ കവിതയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വരി എങ്ങനെ ജീവിതം സൗഖ്യമല്ലേ എന്ന കേവലാന്വേഷണം മാത്രം മതി. എനിക്ക് ഈ വരി ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ വരിയിൽ ആരുമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സുഖമല്ലേ എന്ന ചെറിയ ചോദ്യം അവന് എത്ര ആശ്വാസം നൽകുന്നു എന്ന് മനസ്സിലാക്കി തരുന്നു. ആരെയും ആകർഷിക്കാൻ കഴിവുള്ള അതിമനോഹരമായ കവിതയാണിത്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഉത്തരവും നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.